കാലങ്ങളിൽ ഇതുപോലുള്ള മൺപാത്രങ്ങൾ ധാരാളമായി നമ്മളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ വന്നതോടുകൂടി നമ്മൾ അതിലേക്ക് മാറി. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മൺപാത്രങ്ങളുടെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം. നമ്മൾ ഗ്യാസ് ആണെങ്കിൽ ലാഭിക്കാനൊക്കെ ഈ ഒരു മൺപാത്രം വളരെ നല്ലതാണ്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇപ്പോൾ കറിയൊക്കെ വറ്റണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടാൽ പോലും ആ കറി നല്ല കുറുകി വരാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ മൺകലത്തിൽ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. മീൻ കറി ആണെങ്കിലും എന്താണ് പറയുക, നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഒക്കെ മൺകലത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ, മൺപാത്രങ്ങൾ കൊണ്ട് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും പ്രധാനം, ഇതുപോലെ നമ്മൾ 1-2 ദിവസം വെള്ളത്തിലിട്ട് ക്ലീനാക്കി എടുക്കുക കേട്ടോ. ഈ മൺപാത്രങ്ങൾ കത്തി മൂർച്ച വയ്ക്കാനാണെങ്കിലും നമ്മളിപ്പോൾ ചോപ്പർ മൂർച്ച വയ്ക്കാനെങ്കിലൊക്കെ നമ്മൾ കടകളിലൊന്നും കൊണ്ടുപോകേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഇതുപോലെ മൺപാത്രങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ചെയ്തു നോക്കുക. അടുത്തായിട്ട് വെളുത്തുള്ളിയിൽ കുത്തുവരുക, ഉണങ്ങിപ്പോവുക, ചീത്തായി പോവുക, എല്ലാത്തിനും ഒരു പരിഹാരം ഈ ഒരു മൺപാത്രം കൊണ്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇതുപോലെ അല്ലികളാക്കി നിങ്ങൾ അടർത്തിയെടുക്കണം കേട്ടോ. ഫുള്ള് അടർത്തി എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് വെയിൽ കൊള്ളിക്കാം. അധികം ഒന്നും കൊള്ളിക്കരുത്, അത് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. 1 മണിക്കൂർ നിങ്ങളൊന്ന് നല്ല വെയിലത്ത് വയ്ക്കുക. അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം നിങ്ങൾ കളയരുത് കേട്ടോ. എന്നിട്ട് ഈ ഒരു മൺ ദീപമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മണ്ണിൻ്റെ ഏതൊരു ചെറിയ ഇതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഓടിൻ്റെ കഷ്ണമാണെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഈർപ്പമോ അതിൽ വെള്ളത്തിൻ്റെ അംശമോ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രമേ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടച്ച് നല്ല പോലെ ക്ലീൻ ആയിട്ട് ഇരുന്ന് വെച്ച് കൊടുത്താൽ 1 മാസമായാലും വെളുത്തുള്ളിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അടുത്തതായിട്ട് ഒരു കുടം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മൺകുടം കഞ്ഞിവെള്ളത്തിലിട്ട് ആ കഞ്ഞിവെള്ളം 1 ദിവസം ഇരുന്ന് പുളിച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ അംശം നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഗ്യാസിൽ വെക്കണമെന്നില്ല, നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാലും മതി കേട്ടോ. നല്ല കട്ടി പശുമ്പാലെടുക്കുക കേട്ടോ. നല്ല കൊഴുപ്പുള്ള പശുമ്പാലെടുത്ത് തിളപ്പിച്ച് 2-3 തിള വന്ന് അത് ആറി നേരിയ ചൂട്, നമ്മൾ കൈയിട്ടാൽ നേരിയ ചൂടുള്ള വിധത്തിൽ വെക്കുക. എന്നിട്ട് നമ്മൾ തൈര് ഇതുപോലെ 1 സ്പൂൺ തൈര് ഇതുപോലെ ആ ഒരു മൺകുടത്തിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നേരിയ ചൂട്, കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 ദിവസം വെച്ച് നമുക്ക് ഇത് പൊളിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല കട്ട തൈര് കിട്ടുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് നല്ല കൊഴുപ്പുള്ള പാലും അതുപോലെ തിളപ്പിക്കുമ്പോൾ നല്ലതുപോലെ വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു 3 മണിക്കൂർ 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല കട്ട തൈര് കിട്ടണമെങ്കിൽ ഇതുപോലൊരു കുക്കർ എടുക്കുക. വെള്ളം നേരിയതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. വളരെ ചൂടൊന്നും പാടില്ല. എന്നിട്ടൊരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മൺകുടം വെച്ച് നമ്മൾ വിസിലിട്ട് നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ട തൈര് കിട്ടുന്നതാണ്. ഈ ഒരു കട്ട തൈര് നമുക്ക് സംഭാരമായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണെന്ന് വെച്ചാൽ ഭയങ്കര പുളി ഉണ്ടാവില്ല, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു തൈരായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് പുളി വേണമല്ലോ. അപ്പോൾ ഇതൊന്നും കൂടി വെച്ച് നമ്മൾ പുളിപ്പിക്കണം. ഇതിപ്പോൾ നമുക്കൊരു സംഭാരം ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 11-11:30 ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സംഭാരം കുടിക്കാനായിട്ട് സാധിക്കും. സംഭാരത്തിൽ ഇഞ്ചി, ഉള്ളി, കാന്താരി, കറിവേപ്പില ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നുള്ളു ഉപ്പ്, ഇന്തുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മൺ ഗ്ലാസ്സിൽ ഒരു 10 മിനിറ്റ് ഒഴിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും കുടിച്ചു നോക്കുക. വളരെ റിഫ്രഷിങ്ങും അതുപോലെ ആരോഗ്യത്തിന് വളരെ നല്ലതുമായിട്ടുള്ള ഒരു സംഭാരമാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ 2-3 തിള വന്നതിന് ശേഷം ഇതുപോലെ മൺവിളക്ക് ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടാനായിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു ഇടുമ്പം അതിൻ്റെ ഒരു ചൂട് അതിൻ്റെ ഉള്ളിൽ ക്രമീകരിക്കുകയും പെട്ടെന്ന് നമുക്ക് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇനി സമയമുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു വിളക്ക് ഇട്ടതിന് ശേഷം
ഓഫ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആയി കിട്ടുന്നതാണ്. സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോയി രാവിലെ തന്നെ ചോറ് പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ മൺവിളക്കൊന്ന് ഇട്ട് നോക്കട്ടോ. അത് മൺവിളക്ക് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഈ ഒരു മൺവിളക്ക് നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ. അത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 തിള വരാനായിട്ട് ഒന്ന് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഊറ്റാനായി പാടുള്ളൂ, വടിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെന്തിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ചോറ് വെള്ളം കുടിച്ച പോലെ ഇങ്ങനെ ഇത് കുതിർന്ന പോലെ ഇരിക്കും. അപ്പോൾ 2 തിള വന്നതിന് ശേഷം നമുക്ക് വടിച്ചെടുക്കാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് മൺകലത്തിൽ ചോറ് വെക്കുന്ന ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു വടി നിവർത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേ ഈ മൺവിളക്ക് മേളിൽ വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളിത് മൺവിളക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് എടുത്തിട്ട് വേണം ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. പണ്ട് കാലം ഉണ്ടാക്കുന്ന മൺകലത്തിൽ അതേ ടേസ്റ്റ് നമ്മൾ ചോറിന് കിട്ടുന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ ബീഫ് ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും വേവിക്കുമ്പം ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ കാരണവന്മാർ പറഞ്ഞു തന്നത് മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആകാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും, പണ്ട് കാലങ്ങളിൽ കുക്കറൊന്നും അധികം ആരും യൂസ് ചെയ്യില്ലായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും ഈ ഓട് കഷ്ണം ഇടുന്നത് കൊണ്ട് സഹായിക്കുമെന്ന്. ഇപ്പം നമുക്ക് ഓട് കഷ്ണമൊന്നും കിട്ടാനില്ലല്ലോ. അപ്പം ഇതുപോലെ നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതുപോലെ മൺപാത്രങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണം. അതുപോലെ വെള്ളത്തിലിട്ട് 1-2 ദിവസം വെള്ളത്തിലിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഫുഡിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എരിവ് കൂടുകയോ അല്ലെങ്കിൽ ഉപ്പ് കൂടുകയോ എണ്ണ കൂടുകയോ ചെയ്താൽ ഇതുപോലെ മൺപാത്രം ഒരു ഭാഗം മാത്രം ഇങ്ങനെ മുക്കി വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ഇറച്ചിയൊക്കെ നമ്മൾ കുക്കറിലാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണം, നല്ല സോഫ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു മൺപാത്രത്തിൻ്റെ ഭാഗം, നിങ്ങൾക്കിപ്പം മൺവിളക്കാകാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇറച്ചി വെന്ത് കിട്ടാനും അതുവഴി നമുക്ക് ഗ്യാസും ലാഭിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ മൺപാത്രത്തിലൊക്കെ വെക്കുന്ന ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു പാത്രം ഇതുപോലെ വെക്കുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ഉപ്പോ എരിവോ എണ്ണയോ ഒക്കെ കൂടിയാൽ അത് ബാലൻസ് ചെയ്യാനും ഈ ഒരു ട്രിക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓരോന്നും ഞാൻ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഹെൽത്തിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി കഴുകിയെടുത്താൽ മതി. നേരിയ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മെഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പാത്രങ്ങളില്ലെങ്കിൽ നമ്മൾ മൺവിളക്ക് തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദീപത്തിന് ഉപയോഗിക്കുന്ന മൺവിളക്കൊന്നും ഇതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് കേട്ടോ. അത് മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനായിട്ട് നമ്മൾ കുറച്ച് മൺപാത്രങ്ങൾ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു കിടിലൻ ചായ കുടിച്ചാലോ. ഒരു കഷ്ണം ഇഞ്ചി, 4 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, കുറച്ച് ഒരു 10 നമ്മളുടെ കുരുമുളക്, ഇവയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൺവിളക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഗ്യാസിൽ വെച്ചാൽ മതി. 5 മിനിറ്റ്. അപ്പം നമ്മളുടെ ആ ഒരു ഇഞ്ചിയും ഏലക്കയും ഗ്രാമ്പും അതുപോലെ തന്നെ കുരുമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാല് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഈ ഒരു മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് ഒരു 2-3 തിള വരുന്നത് വരെ നമ്മൾ ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരുവാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ ഒരു വിളക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നേരിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാം.
അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ചായ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സൊസൈറ്റിയിലെ പാലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. വളരെ എന്താ പറയുക, വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റ് കേട്ടോ. ഞാനിതിൽ ഒരു തരി പോലും വെള്ളം ചേർക്കാതെ തനി പാലിലാണ് ഞാൻ ഈ ഒരു ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു 2-3 തിള വന്നതിന് ശേഷം നമ്മൾ ഈ ചൂടായ മൺവിളക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇടുക. എന്നിട്ട് 2 മിനിറ്റ് മൂടി വെക്കുക കേട്ടോ. ഈ ഒരു തന്തൂരി ചായ കുടിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി എത്രയോ രൂപ കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചായയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദീപം നമ്മൾ കത്തിക്കുന്ന ഒരു മൺവിളക്ക് എടുത്തൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ ഇതുപോലെ മൺപാത്രങ്ങൾ 2-3 മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അതത്ര നല്ലതല്ല. എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കത്തിക്കുന്ന ഇതെടുത്തിട്ട് ഇതുപോലെ തന്തൂരിയൊക്കെ ഉണ്ടാക്കിയാൽ ടേസ്റ്റും ഉണ്ടാവില്ല, ഗുണവും ഉണ്ടാവില്ല കേട്ടോ. മസ്റ്റായിട്ട് ഈ ഒരു ചായ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കണേ. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു കരി കത്തിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ സൈഡിൽ തന്നെ, ആ ഒരു കരിയുടെ സൈഡ് ഫുള്ള് നമ്മൾ ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 കർപ്പൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ മഞ്ഞ് കാലങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ കൊതുകിൻ്റെ ശല്യം, ചെറിയ പ്രാണികളുടെ ശല്യം ഒക്കെ ഉണ്ടാവില്ലേ, ഈച്ച ശല്യം വളരെ അധികം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനി കരി ഇല്ലെങ്കിൽ ചിരട്ടയുടെ ഒരു കഷ്ണം കത്തിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ നമ്മളുടെ ചകിരിനാര്, പക്ഷെ ചകിരിനാരിലാകുമ്പോൾ അതിൻ്റെ ഒരു പുകയും കൂടെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കരിയിലും അല്ലെങ്കിൽ നമ്മളുടെ ചിരട്ടയുടെ കഷ്ണത്തിലാണെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തിരി കത്തിച്ച് ഉപയോഗിക്കുമ്പോൾ പലവർക്കും അത് അലർജി പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു അലർജി പ്രോബ്ലം ഉണ്ടാവില്ല. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു സ്മെല്ല് അപാരമാണ്. ഒരു പോസിറ്റിവിറ്റി വീട്ടിൽ നിറഞ്ഞിരിക്കുന്നു 100% പറയാം കേട്ടോ. നമുക്ക് ആ ഒരു കർപ്പൂരത്തിൻ്റെയും അത് പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞളും നമ്മളുടെ വെളുത്തുള്ളിയും ഇവയെല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാർത്തിക ദീപം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദീപം വളരെ അധികം നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ 1-2 മണിക്കൂർ ഇട്ടാൽ മതി കേട്ടോ. ഒരു ദിവസമൊന്നും ഇടേണ്ട കാര്യമില്ല. അത് നല്ല സ്ട്രോങ് ആയി കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക, വെള്ളത്തിൻ്റെ അംശമില്ലാതെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൗഡർ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എന്താ പറയുക, വെള്ളത്തിൻ്റെ അംശമൊക്കെ കളയുവാനും നല്ലതാണ്. അതുപോലെ എണ്ണ കുടിക്കില്ല കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങി അത് പൊട്ടിപ്പോകാതിരിക്കുവാനും ഒക്കെ സഹായിക്കും ഈ ഒരു പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ നെയിൽ പോളിഷ് ഇല്ല, അതാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ചുണ്ണാമ്പുണ്ട്. ചുണ്ണാമ്പ് നമുക്ക് നമ്മളുടെ ആയുർവേദ കടകളിൽ കിട്ടും, ഇല്ലെങ്കിൽ പാക്കൊക്കെ വിൽക്കുന്ന കടകളിലെ അവിടെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചുണ്ണാമ്പ് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എണ്ണ അധികം കുടിക്കില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അത് പൊട്ടിപ്പോകില്ല. അതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി, നമ്മൾ ഇത് കത്തിക്കുമ്പോൾ അത് ചൂടായിട്ട് ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മളുടെ തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം തണുപ്പാണ്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ കെട്ടുപോകുമോ, കത്താൻ പാട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക, ഒരു നുള്ള് കർപ്പൂരം ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, എത്ര വലിയ കാറ്റ് വന്നാലും തണുപ്പ് വന്നാലും യാതൊരു കുഴപ്പമില്ല. അത് നല്ല രീതിയിൽ കത്തുകയും ചെയ്യും, കെട്ട് പോകുകയില്ല കേട്ടോ.
നമുക്ക് വളരെ ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു ഇതാണ് കാർത്തിക ദീപം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ അല്ലേ. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലൈറ്റർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈറ്ററാണ് ഇത്. നമുക്ക് എന്താ പറയുക, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ലതുപോലെ ഞാൻ കിടത്താൻ നോക്കുന്നുണ്ട്, പക്ഷേ യാതൊരു കാരണവശാലും അത് കെട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാ ടിപ്സുകളും എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, എന്നെ എവിടെ വരെ എത്തിച്ച നിങ്ങളെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുപോലെ എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ ഒരു കൂടപ്പിറപ്പായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.